ശ്രദ്ധയില്ലാത്തവനാണ്. അപ്പൊ ഈ അടിമ എന്ത് ചെയ്തു അറിയോ? കൂട്ടാന്റെ ഈ പാത്രത്തിന്റെ ഈ പാത്രം മൊത്തമായിട്ട് എടുത്തിട്ട് രാജാവിന്റെ തലയെ കൂടെ അടുപ്പാണ്. ഞാൻ മനസ്സിലാക്കേണ്ടത് രാജാവ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാജാവിന്റെ മേത്തേക്ക് അടിമ ഇങ്ങനെ കറി കൊണ്ടുവരുമ്പോ ആ കറിയിൽ നിന്ന് ഒരു തുള്ളി വീണതിന്റെ പേരിൽ രാജാവ് പറഞ്ഞു ഓന്റെ തലവട്ടാന്നിങ്ങോട്ട് പറഞ്ഞപ്പോ രാജാവിന്റെ കറി കണ്ടെടുത്തിട്ട് രാജാവിന്റെ തലയെ കൂടെ പറഞ്ഞു. അതെന്തിന്? ഞാൻ ഈ താരീഖ് നോക്കിക്കഴിഞ്ഞ ശേഷം വെറുതെ ഇങ്ങനെ രസകരമായിട്ട് തഴവെങ്ങനെ മറച്ചു നോക്കുന്ന സമയത്തിൽ ഞാൻ ആ ബൈത്ത് കണ്ടു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഒരു രാജൻ പണ്ടൊരു വിരുന്നു സൽക്കാരത്തിനായി പൗരപ്രമാണികൾ വന്നു പങ്കെടുക്കുന്നതായി. എല്ലാ ചരിത്രവും ഉസ്താദ് ബൈത്താക്കിയിട്ടുണ്ട്, അധിക ചരിത്രവും. ഒരു രാജൻ പണ്ടൊരു വിരുന്നു സൽക്കരിക്കുന്നതായി പൗരപ്രമാണികൾ വന്നു പങ്കെടുക്കുന്നതായി. കൊണ്ടുകൊടുത്തു തുടങ്ങി ഭക്ഷണം സുപ്രയിൽ ഇരിപ്പുണ്ട് രാജനും പങ്കെടുക്കാൻ സത്യയിൽ. അവിടെ ഒരുക്കിയ സത്യയിൽ രാജാവും ആ കൂട്ടത്തിലുണ്ട്. സൽക്കരിക്കാൻ സൽക്കാരത്തിന് വേണ്ടി ക്ഷണിച്ച ആളുകളുടെ ഇടയിൽ രാജാവും കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ സേവകൻ അന്ന് മുഴുവൻ അല്ല ഇത് കണ്ട് അങ്ങനെ പോയിട്ട് അങ്ങനെ വന്നിട്ട് ഇരിപ്പുണ്ട് രാജനം പങ്കെടുക്കാൻ സദ്യയിൽ. കാലിടറി അടിമ പിടിച്ച തളുകയിൽ നിന്ന് ചാറിത്തു വീണ രാജവസ്ത്രമിലന്ന്. രാജാവിന്റെ വസ്ത്രത്തിൽ അല്പം കറിയങ്ങ് വീണുപോവുകയാണ്. കാലിടറി അടിമ പിടിച്ച തളുകയിൽ നിന്ന് ചാറിത്തു വീണ രാജവസ്ത്രമിലന്ന്. രാജാവിന്റെ വസ്ത്രത്തിലേക്ക് ഒരു തുള്ളിക്കറിയായി പോവുകയാണ്. ഇതുകണ്ട് നരപതി തൽക്ഷണം ക്ഷമ വിട്ടതായി തലവെട്ടി മാറ്റാൻ രാജ്ഞയും കൊടുക്കുന്നതായി. ഓന്റെ തലങ്ങട്ട് വെട്ടിക്കളഞ്ഞാളാണ്. ഓനിന്റെ ശരീരത്തിലേക്ക് അശ്രദ്ധ കാരണമായി കറി വീഴ്ത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ സേവകൻ അന്ന് മുഴുവൻ ചാറും രാജന്റെ ശിരസിലൊഴിച്ചു പുഴിയായി മോറും. ആനാകുന്ന ഈ അടിമയുണ്ടല്ലോ, നല്ലടിമയാണ്, പക്വതയുള്ള ആളാണ്. അടിമ രാജാവിന് വല്ലാതെ ഇഷ്ടം വെക്കുന്നവനാണ്, മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവനാണ്. ഈ രാജാവിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ആളാണ് ഈ അടിമ. ഈ അടിമ ചെയ്ത പണി എന്താണെന്നറിയോ? രാജാവിനോടുള്ള അടക്കാൻ കഴിയാത്ത പ്രണയം കാരണമായി, ഇഷ്ടം കാരണമായി ഈ രാജാവിന്റെ തലയിലേക്ക് മുഴുവൻ കറിയും ഒഴിക്കുകയാണ്. ഇഷ്ടം കാരണമായിട്ടാണോ മൊയ്ലാരെ? അതേ ഇഷ്ടം കാരണമായിട്ട്. എന്തിനാണത് ചെയ്തതെന്നറിയോ? രാജാവിന്റെ തലയിലേക്ക് കറി മുഴുവൻ ഒഴിച്ചപ്പോൾ ഈ രാജാവ് ഭടനെ വിളിച്ചു വരുത്തി ചോദിച്ചു, എന്തിനാ എന്റെ മേത്ത് കറിയിച്ചത്? ഉടനെ തന്നെ ഭടൻ പറയുകയാണ്, അല്ല രാജാവേ, എന്റെ തല അറുക്കാൻ നിങ്ങൾ തീരുമാനിച്ചത് ഞാൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയൊരു തെറ്റിന്റെ പേരിലല്ലയോ? അങ്ങനെ നിങ്ങൾ എന്റെ തല അറുത്തു കഴിഞ്ഞാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ രക്ഷപ്പെടില്ല. നേരെ മറിച്ച് ഞാൻ നിങ്ങളുടെ തലയിലേക്ക് കൽപ്പിച്ചു കൂട്ടി കറി ഒഴിച്ചാൽ ഞാൻ അക്രമം പ്രവർത്തിച്ചതിന്റെ പേരിലാണ് നിങ്ങൾ എന്റെ തല വെട്ടുന്നത്. നാളെ റബ്ബ് നിങ്ങളെ ചോദ്യം ചെയ്യുകയില്ല. നോക്കിയാണ് നിങ്ങൾ എന്റെ തല നിങ്ങൾ വെട്ടാൻ ശ്രമിക്കുന്നത് എന്റെ അശ്രദ്ധ കാരണമായിട്ടല്ലയോ? അശ്രദ്ധ കാരണമായ ഒരു തെറ്റ് ചെയ്ത ആളുകളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അവനക്ക് രക്ഷയില്ല. നേരെ മറിച്ച് നിങ്ങൾ എന്നെ നിങ്ങൾ ആക്രമിക്കുക, തലയിൽ മുഴുവനായി കറി ഞാൻ എന്റെ കൽപ്പിച്ചു കൂട്ടി ചെയ്തുകൊണ്ടല്ലയോ? അങ്ങനെ വരുമ്പോൾ നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാകുകയില്ല. എന്ന് മാത്രമല്ല, ജനങ്ങൾ നിങ്ങളെ വെറുക്കുകയും ഇല്ല. മനസ്സിലായിട്ടില്ല? ഇതാണ് ഈ അടിമയുടെ മറുപടി.
എന്താണ് സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ പാടല്ലേ ഇത്.